നമസ്കാരം, അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 15-ാം തീയതി നമ്മളുടെ പാഠപുസ്തകങ്ങൾ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളിൽ പലരും അതിന് തയ്യാറെടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇന്ന് സംസാരിക്കുക. ഒപ്പം ആവശ്യമുള്ള കൂട്ടിച്ചേർക്കലുകൾ മാത്രമായിരിക്കും ഞാൻ ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് ഈ ക്ലാസ് പോകുന്നതനുസരിച്ച് വേണം ബാക്കി നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട്. ഇന്നിപ്പോൾ നമ്മൾ ബേസിക് സയൻസ് മാത്രമാണ് ആദ്യത്തെ ടേമിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത് മാത്രമായി മുന്നോട്ട് പോയാൽ ശരിയാകില്ല. ബേസിക് സയൻസ് എടുക്കുന്നവർക്ക് മറ്റു വിഷയങ്ങൾ അവർക്കും കേൾക്കണം. നിങ്ങൾ ബാക്കിയുള്ളവർ വെറുതെ ഇരുന്നാലും പോരാ. അപ്പോൾ അതനുസരിച്ചുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ അതിന് മുന്നായിട്ട് മറ്റൊരു കാര്യം, ഞാൻ ഇന്നിപ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനലിനകത്ത് ഇട്ടിരുന്നു. അതായത് April 25 മുതൽ പുതിയ ബാച്ച് എന്നുള്ള രീതിയിൽ, അതായത് 15 എന്നുള്ള രീതിയിൽ നമ്മൾ ഈ പുസ്തകങ്ങൾ നോക്കുന്നു എന്ന് പറഞ്ഞാലും അത് അതിൻ്റെതായ ഒരു ഫ്ലോയിലേക്ക് വരാൻ കുറച്ച് സമയം കൂടി വേണം. ഇപ്പൊ 25-ാം തീയതി ഉദ്ദേശിക്കുന്നത് പാഠപുസ്തകം തന്നെയാണ്. അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളിൽ നമ്മൾ ഇത് മാത്രം പോരാ എന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഇപ്പോൾ ഡിസ്കഷൻ ടോപ്പിക്കുകളും കൂടി ചെറിയ ചെറിയ ടോപ്പിക്കുകൾ റിവിഷൻ പോലെ വരുന്ന രീതിയിലേക്ക് ടോപ്പിക്കുകൾ കൂടി തരാമെന്ന് കരുതുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഡേറ്റ് അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ടോപ്പിക്കുകളും കൂടി തന്നു പോകാം. അപ്പോൾ കുറച്ച് തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്കൊക്കെ പോയത്. പിന്നെ PSC പഠനം, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ക്ലാസ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ PSC പഠനത്തിന് വേണ്ടിയിട്ടുള്ള സമയം അത് നന്നായി വിനിയോഗിക്കുക. ഇത് നമുക്ക് കിട്ടിയ ഒരു അവസരമാണ്. അതുകൊണ്ട് ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ പുറകോട്ട് പോകാതെ നന്നായി മുന്നോട്ട് തന്നെ പോകണം. ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻസ് അതോടൊപ്പം നിങ്ങൾ PSC കൂടെ അതൊന്ന് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നെ നോക്കി പോവുക. എല്ലാ ദിവസവും ഇന്റർവ്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക തന്നെ വേണം. പിന്നെ പത്രവാർത്ത, അത് ദിവസവും നമുക്കൊരു സമയത്ത് ഏത് ടൈം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. രാത്രി ആയിരിക്കും നല്ലത്. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് അന്നന്നത്തെ പത്രത്തിന്റെ വാർത്ത ഒരു 9 മണി അല്ലെങ്കിൽ ഒരു 10 മണി ആ ഒരു ടൈം ആകുമ്പോഴേക്ക് നിങ്ങൾ ഇടുന്നത് നന്നായിരിക്കും. എന്നല്ല, അത് തന്നെ വേണം. പത്രവാർത്ത നമുക്ക് കൃത്യമായി എല്ലാ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനി വീണ്ടും ഫോളോ അപ്പ് ചെയ്യേണ്ട സമയമായി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ശീലമല്ല അത്. അതുകൊണ്ട് ഇപ്പോഴേ അത് കൃത്യമായി ചെയ്യുന്നവരുണ്ട്. പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ചെയ്തു പോവുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് സയൻസിന്റെ ആദ്യ പാഠം അശ്വതി ടീച്ചർ തയ്യാറായിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ പാഠം ശ്രവ്യ ടീച്ചർ അല്ലേ? ശ്രവ്യല്ലേ രണ്ടാമത്തത്? പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ സുസ്മിത ടീച്ചർ ആണെന്ന് തോന്നുന്നു. സുസ്മിത ടീച്ചർ അല്ലേ? ഇന്ന് എത്രത്തോളം പോകുമെന്ന് നമുക്ക് നോക്കാം. ഒരു പിന്നെ 8:30 വരെയുള്ള ടൈമിനുള്ളിൽ എത്രത്തോളം നമുക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അശ്വതി വീഡിയോ ഓൺ ചെയ്തോളൂ. ഞാൻ ആവശ്യമെങ്കിൽ പുസ്തകം കാണിക്കാം. ടീച്ചറെ, ഇത് നമ്മൾ എഴുതിയിരിക്കുന്ന രീതിയിൽ അതൊന്ന് പ്രസന്റ് ചെയ്താൽ പോരെ? ഓരോ ചാപ്റ്ററിനെ കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കൂ. പറ്റുന്നത് പോലെ ഒന്ന് പറഞ്ഞു നോക്കുന്നതാണ് നല്ലത്. എങ്ങനെ വേണമെങ്കിലും ആകാം. പിന്നെ ടീച്ചറെ, ഞാൻ കരുതരുതേ കൂടുതൽ വിശദമായിട്ട് വേണമെങ്കിൽ ഒരു വോയിസ് ആയിട്ട് ഇട്ടാലേ ഓരോ പ്രവർത്തനങ്ങളെ പറ്റി. വീഡിയോ ആകുമ്പോൾ ഒരുപാട് ലെങ്ത് ആവും. അല്ലാതെ ഉള്ളതാകുമ്പോൾ വോയിസ് ആയിട്ട് ഇടുമ്പോഴത്തേക്ക് ഓരോന്നിനും ഓരോ പ്രവർത്തനങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോഴതിനെ പറ്റി അങ്ങനെ പറയുന്നതാണ് നല്ലതെന്ന് തോന്നി. ഓരോ വിശദമാക്കേണ്ടത് അങ്ങനെ പറയാന്നല്ലേ? വോയിസ് ആയിട്ടിടാം. അപ്പൊ ടീച്ചർ സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ ഇവിടെ വെറുതെ സ്ക്രീൻ പ്രസന്റ് മറ്റേ നമ്മുടെ ഹാൻഡ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിന്റെ പ്രധാന ആമുഖം എന്ന് പറയുന്നത് ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ജീവിവർഗത്തിന്റെ എണ്ണം കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്താൽ അത് നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തന്നെ നഷ്ടപ്പെടുമെന്നൊരു ആശയം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഇതിന് ഓരോ പഠന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത് തന്നെ ഒരു പുഴക്കരയിൽ മീൻ പിടിക്കാനായിട്ടിരിക്കുന്ന ഒരു പൊന്മാന്റെ ചിത്രം കൊടുത്തുകൊണ്ടാണ്. അതായത് ഓരോ ജീവിയും അതിന്റെ വാസസ്ഥലം തിരഞ്ഞെടുക്കുന്നത് കൂടുതലും അതിന്റെ ആഹാരവുമായി ബന്ധപ്പെട്ടായിരിക്കും. അതായത് ഇപ്പം അതിന്റെ പഠന ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികള് നിരീക്ഷണത്തിലൂടെയും ദത്തശേഖരണത്തിലൂടെയും ഓരോ ജീവിയുടെ ആവാസ വ്യവസ്ഥയും അതിന്റെ ആഹാരത്തെയും പറ്റിയൊരു പഠനം നടത്തുക എന്നതാണ് അതിന്റെ പഠന ലക്ഷ്യം. പിന്നെ
ആഹാര ശൃംഖലാ ജാലത്തെ പറ്റി പരീക്ഷണവും നിരീക്ഷണവും നടത്തി കുട്ടികൾ അതിനെപ്പറ്റി ഒരു അറിവ് നേടുക. പിന്നെ അധിനിവേശ സസ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരുപാടുണ്ട്. അതിന്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്നും അത് നമുക്ക് എങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നും അതിന്റെ ഒരു പ്രശ്ന പരിഹരണം പ്രോജക്റ്റിലൂടെ കണ്ടെത്തുക എന്നതാണ് അധിനിവേശ സസ്യങ്ങളെ പറ്റിയുള്ളത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫോട്ടോസിന്തസിസിനെ പറ്റി ഒരു അറിവ് കുട്ടികൾക്ക് നൽകുക. പിന്നെ എപ്പിഫൈറ്റ്സിനെയും പാരസൈറ്റ്സിനെയും കണ്ടാൽ കുട്ടികൾക്ക് തിരിച്ചറിയുന്ന രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഇതിന്റെ പഠന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി നമുക്ക് കുട്ടികളുടെ മുൻ അറിവുകൾ ഉപയോഗിക്കാം. അതായത് അവർക്ക് ഓരോ ജീവികളുടെയും ആഹാര രീതികൾ അറിയാം. സസ്യാഹാരികളെന്നും മാംസാഹാരികളെന്നും എല്ലാം അവരെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഭൂമിയിലെ ജീവനുള്ളവയും ജീവനില്ലാത്തവയും തിരിച്ചറിയാനുള്ള ഒരു അറിവ് കുട്ടികൾക്കുണ്ട്. ഇതില് ജീവനുള്ളവയും ജീവനില്ലാത്തവയും എങ്ങനെയാണ് നമ്മുടെ പരിസ്ഥിതിയിലെ ഓരോന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അറിയണം. അതായത് ജീവനുള്ളവ, ജീവനില്ലാത്ത മണ്ണ്, സൂര്യപ്രകാശം, ജലം തുടങ്ങിയവയെല്ലാം നമ്മുടെ ജീവനുള്ളവയുടെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് ഇതിലൊരു ഫീൽഡ് ട്രിപ്പ് കൊടുക്കാം കുട്ടികൾക്ക്. ഫീൽഡ് ട്രിപ്പ് കൊടുത്തിട്ട് അതായത് നമ്മുടെ ജൈവവൈവിധ്യ ഉദ്യാനം തന്നെ സന്ദർശിച്ചിട്ട് ജീവനുള്ളവ ഏത്, ജീവനില്ലാത്തവ ഏത് എന്ന് കണ്ടെത്തുകയും അവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും, അതായത് ഓരോന്നിനും പറയാനുള്ള കാര്യങ്ങൾ ഈ ഫീൽഡ് ട്രിപ്പിലൂടെ മനസ്സിലാക്കി കുട്ടികൾ റോൾ പ്ലേ ആയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കണം. ജീവനുള്ളവ എങ്ങനെ എന്തെല്ലാമാണ്, അവ എങ്ങനെയാണ് മറ്റുള്ള ജീവികളെ സഹായിക്കുന്നത്, ജീവനില്ലാത്ത സൂര്യപ്രകാശം, ജലം, മണ്ണ് തുടങ്ങിയവയൊക്കെ എങ്ങനെ സഹായിക്കുന്നു എന്നിവയെല്ലാം റോൾ പ്ലേയിലൂടെ കണ്ടെത്തുവാൻ സാധിക്കും. പിന്നെ അതിനകത്തുള്ള വേറൊന്നാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണം എങ്ങനെ നടക്കുന്നു എന്നത് ഒരു അനിമേഷൻ വീഡിയോയിലൂടെ നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും, എങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എന്നത്. പിന്നെ സസ്യങ്ങളിലെ വാതക വിനിമയത്തിന് സഹായിക്കുന്നത് സ്റ്റൊമാറ്റയാണ്. അത് ഒരു എക്സ്പെരിമെന്റ്, നമുക്കിപ്പോ ഒരു ഇന്റർവ്യൂവിന് ചോദിക്കാറുണ്ട് ഒരു എക്സ്പെരിമെന്റ് പറയുക എന്നൊക്കെ. അങ്ങനെ സ്റ്റൊമാറ്റോ കണ്ടെത്തുന്ന ഒരു എക്സ്പെരിമെന്റ് ഹാൻഡ് ബുക്കിൽ പറയുന്നുണ്ട്, എങ്ങനെയാണ് സ്റ്റൊമാറ്റോ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന്. അതായത് നമുക്കൊരു വെറ്റിലയുടെയോ കുരുമുളകിന്റെയോ ഇല എടുത്തിട്ട് അതിന്റെ അടിഭാഗം പീൽ ചെയ്തെടുത്തിട്ട് അത് വാച്ച് ഗ്ലാസ്സിൽ വെച്ച് സഫ്രാനിൻ എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ ഒഴിച്ചിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നമുക്കതിനെ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തെ പറ്റി പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ആഹാര ശൃംഖല ജാലത്തെ പറ്റി പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഭൂമിയിലെ എല്ലാ ജീവികളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആഹാരത്തിന് വേണ്ടി ജീവികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനെയാണ് ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. ഇതിലെ ഒരു ചെയിനെയാണെങ്കിൽ നമ്മൾ ഫുഡ് ചെയിൻ അഥവാ ആഹാര ശൃംഖല എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എപ്പിഫൈറ്റ്സും പാരസൈറ്റ്സുകളെയും പറ്റി പറയുന്നുണ്ട്. അത് കുട്ടികൾക്ക് നമുക്ക് വീഡിയോ കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലുമൊക്കെ മണ്ണില്ലാതെ വളരുന്ന സസ്യങ്ങളെ കണ്ടിട്ടുണ്ടോ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ പ്രശ്നം ഉന്നയിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് ഓരോ സസ്യങ്ങളെ എപ്പിഫൈറ്റിനെയും പാരസൈറ്റിനെയും പറ്റി കുട്ടികളോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഇതിനകത്തുള്ളത് പിന്നെ സസ്യങ്ങൾ നമ്മളെ പോലെ തന്നെ ശ്വസനത്തിന് വേണ്ടി ഓക്സിജൻ ഉപയോഗിക്കുന്നു എന്നും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു എന്നുമുള്ള ഒരു ആശയം കുട്ടികളിലേക്ക് എത്തിക്കണം. ഇത്രയൊക്കെയാണ് ടെക്സ്റ്റ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഉള്ളത്. പിന്നെ ഓരോ ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞു പോകാനുള്ളതാണ്. ടീച്ചറെ ഇനി എന്തെങ്കിലും പ്രത്യേകതകൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാം. അതായത് പുതിയ പാഠപുസ്തകത്തിന്റെ പ്രത്യേകതയായിട്ട് തോന്നിയ കാര്യങ്ങൾ. പാഠപുസ്തകത്തിൽ ആമുഖം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെ. പിന്നെ പഴയ പാഠപുസ്തകത്തിലാണെങ്കിൽ വെറും ലൈൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഓരോ ചാപ്റ്ററിന്റെ അവസാനം ബോർഡർ ലൈൻ ആയിട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ പുതിയ പാഠപുസ്തകത്തിൽ നമ്മളിപ്പോ ഏതൊരു ചാപ്റ്ററിന്റെയും ഇപ്പം ഒറ്റയുള്ളൊരു ജീവിയും എന്നൊരു ചാപ്റ്റർ ആണെങ്കിൽ അതിനകത്ത് അതിന്റെ ബോർഡർ ലൈനിൽ കുറെ ജീവികളുടേത്, ജലമായിട്ടുള്ള ബന്ധപ്പെട്ട ചാപ്റ്റർ ആണെങ്കിൽ ജലത്തിനെ പറ്റിയുള്ള കുറെ ചിത്രങ്ങൾ, അങ്ങനെയാണ് ബോർഡർ ലൈനിൽ അതിന്റെ ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്നതെല്ലാം. പിന്നെ വളരെ കളർഫുൾ ആയിട്ട് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അട്രാക്റ്റീവ് ആണ്, കളർഫുൾ ആണ്. പിന്നെ വിവരങ്ങളോ എങ്ങനെയുണ്ട്? വിവരങ്ങൾ മറ്റു ടെക്സ്റ്റിനെക്കാളും ധാരാളം ഉണ്ട്. പേജസ് തന്നെ മറ്റു ടെക്സ്റ്റിനെക്കാളും കൂടുതലാണ്, ഒരുപാട് കൂടുതലായിട്ടുണ്ട്. കവർ ചെയ്ത് തീർക്കാൻ കഴിയുമോ? കഴിയും. വളരെ പ്രയാസമുള്ളതൊന്നുമില്ല. അത് കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി കൂടുതലായി
കളർഫുൾ ആയും കുറച്ച് ക്വസ്റ്റ്യൻസും കഥകളും കാർട്ടൂണുകളും അങ്ങനെയൊക്കെയാണ് കൂടുതലും ആഡ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് വരാൻ വേണ്ടിയുള്ള രീതിയിൽ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നത് ഹാൻഡ് ബുക്ക് ആണോ പുസ്തകമാണോ? ടെക്സ്റ്റ്. ഇപ്പൊ ടെക്സ്റ്റ്. അപ്പം ഒറ്റയല്ലൊരു ജീവിതം ജീവിയും എന്ന ചാപ്റ്റർ ആണ് ടീച്ചർ ഇപ്പൊ ഡിസ്കസ് ചെയ്തത് അല്ലേ? അപ്പൊ ഇതിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ ടീച്ചർ പറഞ്ഞതുപോലെ പൊന്മാന്റെയും മീനിന്റെയും ഒക്കെ ചിത്രവും ഇത് കാണുമ്പോൾ തന്നെ അറിയാം ആവാസ വ്യവസ്ഥയെ കുറിച്ചാണെന്ന്, അതല്ലേ? അപ്പൊ ചിത്രവായനയ്ക്കുള്ള അവസരമുണ്ട്, കളർഫുൾ ആയിട്ടുള്ള എന്താണ് ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോ 5ാം ക്ലാസ്സിന്റെ പാഠഭാഗമാണ്. നമ്മൾ 4ാം ക്ലാസ്സിൽ അവർ ആവാസ വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുന്നില്ലേ? ജീവികളുടെ ഭക്ഷണ രീതിയെ കുറിച്ചൊക്കെ അവര് 2, 3, 4 ക്ലാസ്സുകളിൽ പല ഭാഗങ്ങളിലായിട്ട് പഠിക്കുന്നുണ്ട്. സസ്യഭുക്കുണ്ട് അല്ലെ, മാംസഭുക്കുണ്ട്, ജീവികളുടെ ആവാസ വ്യവസ്ഥ, ഇതൊക്കെ അവർക്ക് പരിചിതമായ ഭാഗങ്ങളാണ് അല്ലെ? അപ്പൊ ആദ്യ പ്രവർത്തനം തന്നെ പലതരം ആഹാരം കഴിക്കുന്ന ജീവികൾ നമുക്ക് ചുറ്റുമുണ്ട്. വിവിധ തരം ജീവികൾ കഴിക്കുന്ന ആഹാരം എന്തൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന ജീവികളെ പട്ടികപ്പെടുത്തുക. ഈ പ്രവേശന പ്രവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പ്രവർത്തനങ്ങളുടെ പ്രത്യേകതയായിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? കുട്ടികളുടെ മുന്നറിവ് പരിശോധിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാഠഭാഗവുമായി അവരെ ഇണക്കാൻ ഉള്ള ബോധപൂർവമായ ശ്രമമായിട്ട് നമുക്കിതിനെ പറയാം അല്ലെ? മുന്നറിവുകൾ പരിശോധിച്ച് ഈ പാഠഭാഗത്തിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് ഈ ആദ്യ പേജിൽ തന്നെ പാഠപുസ്തകത്തിന് കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? ഇനി രണ്ടാമത്തെ ടീച്ചർ പറഞ്ഞു പോയപ്പോ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. വാസസ്ഥലവും ആഹാരവും കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഈ തവള എവിടെയാണ്? ഒരു ഇലയുടെ പുറത്ത് കുളത്തിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏത് പ്രദേശമാണത്? വയലാണ് അല്ലെ? വയൽ പ്രദേശമാണ്, വയലാണ്. അപ്പൊ അവിടെ എന്താണ് വാസസ്ഥലവും ആഹാര രീതിയും തമ്മിൽ ഉള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നുണ്ടോ ഈ ചിത്രം? എങ്ങനെയാണ്? അതായത് മീനുകൾ കൂടുതലായിട്ടുള്ള സ്ഥലത്ത് കൊക്ക്, തവള തുടങ്ങിയ ജീവികള്, ആമയും ഉണ്ട് അല്ലെ? ചെറിയ മീനുകളെയൊക്കെ കഴിക്കും. അപ്പൊ ഇവയൊക്കെ ഉണ്ട്. അപ്പൊ ഈ ചെറിയ ജീവികളെ ആഹാരമാക്കാനായിട്ട് തവള, ഇപ്പൊ പുൽച്ചാടിയൊക്കെ തവള കഴിക്കില്ലേ? കഴിക്കും. അപ്പൊ തവളയെ ആര് കഴിക്കും? കണ്ടില്ല. നീർക്കോലിയൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഓരോരോ ജീവികളും എന്താണ്, കാക്കയുണ്ട്, തുമ്പിയുണ്ട് അല്ലെ? തുമ്പിക്ക് ഒക്കെ എന്താണ് അനുയോജ്യമായ സ്ഥലം, അല്ലെങ്കിൽ കാക്കയ്ക്കൊക്കെ അനുയോജ്യമായ സ്ഥലം, വയല്, നെൽമണി കിട്ടും ആ ഒരു രീതിയിൽ. അപ്പൊ ഇതെല്ലാം ഓരോ ജീവിക്കും അനുയോജ്യമായ രീതിയിലാണ്, അല്ലെങ്കിൽ അവയുടെ ആഹാര രീതിക്ക് അനുയോജ്യമായിട്ടാണ് അവ വാസസ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാറ്, അല്ലെങ്കിൽ അവ ഇടപഴകുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാറ് അല്ലെ? അതെ, ഇത് ഈ ചിത്രവായനയിലൂടെ തന്നെ കുട്ടിക്ക് നേടാനാകും. ഇത് ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ ആദ്യത്തെ 2 പേജ് മനസ്സിലാക്കാൻ കഴിയാത്ത കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാകുമോ? ഈ 2 പേജിലെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത കുട്ടികൾ നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇല്ല. സാധാരണക്കാരായ കുട്ടികളാണെങ്കിൽ, അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഒഴിച്ചാൽ അല്ലെ? അവരിൽ തന്നെ പല വൈകല്യങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് ഈ ആശയങ്ങൾ അവരുടേതായ രീതിയിൽ നമുക്ക് എത്തിക്കാനാകും. അപ്പോൾ ഏത് കുട്ടികളാണെങ്കിലും തന്റെ ചുറ്റുപാടിനെ മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഏതൊരു കുട്ടിക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ആദ്യത്തെ നമ്മൾ ഈ കണ്ട പേജുകളൊക്കെ തന്നെ അല്ലെ? അപ്പൊ ഇത് അവന്റെ ചുറ്റുപാടിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ആദ്യ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അവന് സ്വയം നിരീക്ഷിക്കാനുള്ള അവസരമുണ്ട്, വാതിൽപ്പുറ പഠനത്തിനുള്ള സാധ്യതയുണ്ട് അവിടെ അല്ലേ? ഇനി ജീവികൾ ഏതെല്ലാം എന്ന് എഴുതൂ എന്നാണ് അടുത്ത പ്രവർത്തനം. അപ്പൊ സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതെല്ലാം എന്ന് എഴുതണം. അതുപോലെ തന്നെ ചെറുമീനുകളെ ആഹാരമാക്കുന്ന ഏതെല്ലാം ജീവികളുണ്ട്
എന്നുള്ളത് എഴുതണം. ഇതൊക്കെയാണ് ഇവിടെ പ്രവർത്തനമായി കൊടുത്തിരിക്കുന്നത്. അത് ഏതൊരു ചെറിയ കുട്ടിക്കും പറ്റുന്ന പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ ചിത്രത്തിലെ ഓരോ ജീവിയും എന്തിനെയെല്ലാം ആഹാരമാക്കുന്നു? ചെറുമീനുകൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നു, വലിയ മീനുകൾ ചെറുമീനുകളെ ആഹാരമാക്കുന്നു, കൊക്കുകൾ മീനുകളെ, അതുപോലെ വയലിലുള്ള മറ്റു ജീവികളെല്ലാം ഉൾപ്പെടുത്തി ചിത്രീകരണം പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ചിത്രീകരണം. ഇതിനെ എന്തെന്നാണ് പറയുന്നത്? ആഹാര ശൃംഖലാജാലം. ആഹാര ശൃംഖലാജാലം. സസ്യങ്ങളെ ഭക്ഷണമാക്കുന്നവ, അവയെ ഭക്ഷണമാക്കുന്നവ, ഇത്തരത്തിലേക്ക് ആഹാര ശൃംഖലാജാലം ചേർത്തിട്ടുണ്ട്. കണ്ണി ചേർന്ന് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഓരോ ജീവിയും കണ്ണി ചേർന്ന് ഇങ്ങനെ പോവാണ് അല്ലെ. അപ്പോ ആഹാര രീതി, ആഹാര ശൃംഖലാജാലം എന്നിവ ഇവിടെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി ആഹാരബന്ധം വിപുലീകരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കുക. അപ്പൊ നമ്മുടെ നോട്ട് ബുക്കിനെ പറയുന്ന പേരെന്താണ്? ശാസ്ത്ര പുസ്തകം എന്ന് തന്നെയാണ്. അപ്പം ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. തുടക്കത്തിൽ ആഹാര ശൃംഖലാജാലം എന്ന് ഇവിടെ പറഞ്ഞോ? ഇല്ല. കുട്ടികൾ ഇതിനു മുമ്പ് അത് പഠിച്ചിട്ടുണ്ടാകുമോ? ഇല്ല. ഉണ്ടാകാൻ സാധ്യതയില്ല. ആഹാര ശൃംഖലാജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്നുള്ള നിലയിലേക്ക് അവരെ ആ ഒരു ടേം പരിചയപ്പെടുത്തുന്നത് ഇവിടെയാണ് അല്ലെ. എന്നാൽ ഇവർക്ക് അപരിചിതമായ എന്തെങ്കിലും കാര്യം ഈ ചിത്രീകരണത്തിൽ ഉണ്ടോ? ഇല്ല. മറ്റുള്ളവർക്ക് മറുപടി പറയാം. ഇവരിവിടെ പുതുതായി പഠിച്ചത് എന്താണ്? ആഹാര ശൃംഖലാജാലം എന്നുള്ള പുതിയൊരു പേര്. അപ്പൊ എന്താണ് ആഹാര ശൃംഖലാജാലം? ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു എന്നുള്ളൊരു കാര്യം. അതിനെയാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ആശയം ഉറച്ചു കഴിഞ്ഞു. ഇനി ഒരു വാക്ക് മാത്രം പഠിച്ചാൽ മതി. ആ വാക്ക് പഠിക്കുന്നത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല അല്ലെ. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മളുടെ പാഠപുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അറിയുന്നതിൽ നിന്നാണ് അറിയാത്തതിലേക്ക് പോകുന്നത്. ഒരു സമയം ഒരു പുതിയ ആശയമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ നോക്കിയതിൽ നിന്ന് അല്ലെ. ഇനി ഇപ്പൊ കരയിലെ കാര്യങ്ങൾ പറഞ്ഞു. ഇതുപോലെയാണ് കടലിലും എന്ന ആശയം ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇതിന്റെ ഇടയിൽ ആരോ ജോയിൻ ചെയ്യാൻ വരുന്നുണ്ട്. നോക്കട്ടെ ആരാണ്. പുതിയ ആളാണ്. സമയം ലേറ്റ് ആവരുത് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ എടുത്തോണ്ടിരിക്കുന്നതിന്റെ ഫ്ലോ അങ്ങ് പോകും. കൃത്യസമയത്ത് ജോയിൻ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കാണാമോ? അപ്പൊ നിങ്ങളുടെ സ്ക്രീനിൽ എന്തൊക്കെയാ കാണാൻ പറ്റുന്നത്? പുസ്തകം മാത്രമേ ഉള്ളോ? ഹാൻഡ് ബുക്കും പുസ്തകവും കാണാൻ പറ്റുന്നുണ്ടോ? ടെക്സ്റ്റ് മാത്രം. ഓക്കെ. അപ്പോ ശൃംഖലകൾ കടലിലും. അപ്പൊ കരയിലെ പലതരം ആഹാരബന്ധങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കടലിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട് കടലിനെ ആദ്യം പരിചയപ്പെടുത്തിയിട്ടില്ല? കുട്ടികൾക്ക് കൂടുതൽ പരിചിതമായത് കരയിലെ കാര്യങ്ങൾ. അതെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊരു കടൽ തീര പ്രദേശങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏത് രീതിയായിരിക്കും അനുയോജ്യം? തീരപ്രദേശത്തെ കുട്ടികളെ പഠിപ്പിക്കുമ്പോ തീരപ്രദേശത്തെ കുട്ടികളെ നമ്മളിപ്പോ പഠിപ്പിക്കാൻ പോവാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആദ്യം ഈ ഏത് പഠിപ്പിക്കുന്നതായിരിക്കും അനുയോജ്യം? കടലായിരിക്കും അനുയോജ്യം. അതിനുള്ള സ്വാതന്ത്ര്യം അതെങ്ങ് എഴുതി വെച്ചതൊന്നുമല്ല. അത് അധ്യാപിക തിരഞ്ഞെടുക്കേണ്ട സ്വാതന്ത്ര്യമാണ് കേട്ടോ. നമുക്ക് മൊഡ്യൂളായിട്ട് അവതരിപ്പിക്കാം. അപ്പോൾ ഒന്നിനോടൊന്ന് കൂടിച്ചേരുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ആദ്യം അത് അവതരിപ്പിച്ചേ അടുത്ത തീമിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തീമുകൾ നമുക്ക് അങ്ങനെ തന്നെ പോകാം. പക്ഷെ ഇവിടെ നമുക്ക് കടലിലെ കാര്യം പറഞ്ഞിട്ട് അവർക്ക് കരയിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. കാര്യം നമുക്കൊരു ഇവർക്ക് കുറച്ചുകൂടി അറിയുന്ന കാര്യങ്ങളിൽ നിന്ന് അറിയാത്തതിലേക്ക് പോകുന്ന രീതി വേണമെങ്കിൽ നമുക്ക് അവലംബിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും കുട്ടിക്ക് അറിയാം. നമ്മൾ ലോക്കൽ ടെസ്റ്റുകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന തരത്തില് അതായത് പ്രാദേശികമായ വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തി ഒരു അധ്യാപിക തയ്യാറാക്കുന്നതാണ് ലോക്കൽ ടെക്സ്റ്റുകൾ.
കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ ഏത് പഠന ലക്ഷ്യമാണോ നമ്മുടെ കുട്ടി നേടേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്തി അധിക പാഠങ്ങൾ ഉൾപ്പെടുത്തിയും അല്ലെങ്കിൽ അതിലെ അവർക്ക് മനസ്സിലാവുന്ന തരത്തിൽ ആ ആശയത്തെ ഒന്ന് മാറ്റി എഴുതിയും ഒക്കെ നമുക്ക് കുട്ടികളിലേക്ക് ആശയം എത്തിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ അതുപോലെ മുൻപ് നമ്മൾ കണ്ടതുപോലെ തന്നെ ഓരോ ജീവിയും അവയുടെ ആഹാരവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്നും സയൻസുകാർ പ്രത്യേകിച്ച് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി മനസ്സിലാക്കി വെക്കുക. മത്തി, ചെറുമീനുകൾ, പ്ലവകങ്ങൾ എന്നാണ്. എന്താണ് ഈ പ്ലവകങ്ങൾ? അവിടെ തന്നെ ഉണ്ട് ആൻസർ. എന്താണ് ഈ പ്ലവകങ്ങൾ? ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ഒഴുകി നടക്കുന്ന സസ്യങ്ങളാണ്. അതെ അതെ. അവയുടെ ഇംഗ്ലീഷ് നെയിം എന്താ? പ്ലാങ്ക്ടൺ ആണ്. എന്താ? പ്ലാങ്ക്ടൺസ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടേമുകളായിരിക്കാം അറിയാൻ സാധ്യത എന്ന് കരുതി ചോദിച്ചതാണ്. എനിക്കും കൃത്യമായിട്ട് അങ്ങനെ അറിയില്ല. അപ്പൊ പ്ലവകങ്ങൾ എന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. അപ്പം ചെറിയ മീനുകളൊക്കെ കടൽ സസ്യങ്ങളെയാണ് പ്ലവകങ്ങൾ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് ആ ബൾബിന്റെ ചിഹ്നം. അതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്? പാഠപുസ്തകത്തിലെ ചില ചിത്രീകരണങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. ഈ ബൾബിന്റെ ചിഹ്നം ഒരു ചോദ്യചിഹ്നവും ഒക്കെ ആയി കൊടുത്തിരിക്കുന്ന ഈ സിമ്പൽ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ആരാ പറയുന്നതെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല. പേര് പറഞ്ഞോ. ഞാനേ ഇത് ടെക്സ്റ്റ് മാത്രം എടുത്തു വെച്ചേക്ക. എല്ലാം കൂടെ ആകുമ്പോ എനിക്ക് വട്ടുപിടിക്കുന്നു. പറഞ്ഞ ടീച്ചറിന്റെ പേരൊന്ന് പറഞ്ഞോ. സുസ്മിത ടീച്ചറാന്നോ പറഞ്ഞേ? അതെ, അനുബന്ധ വായനക്കാണ്. ഒരാളെങ്കിലും പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ ബാക്കി വിലയിരുത്തലിന് വിധേയമാക്കേണ്ടതില്ല, കാണാതെ പഠിക്കേണ്ടതില്ല, അധിക വായനയാണ്. കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി അല്ലെങ്കിൽ അധികത്തിനായിട്ട് നമ്മൾ അതിനെ ഒന്ന് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം അല്ലേ. അപ്പൊ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. അപ്പൊ നമ്മള് അല്ലാതെ നമ്മൾ ആവാസ വ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞപ്പോ ഉൽപാദകരായ ആരെയാണ് പറഞ്ഞത്? സസ്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ സമുദ്രത്തിലും എപ്പോഴും ഹരിത സസ്യങ്ങളിൽ നിന്നാണ് അല്ലെ ഉൽപാദകർ, അവരല്ലേ? അപ്പൊ കടലിൽ എങ്ങനെ എന്താണ് അല്ലേ? വേറെന്തെങ്കിലും? അപ്പം കടലിൽ എങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരവും കൂടി അവിടെ ഉണ്ട് അല്ലെ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ പാഠപുസ്തകം നോക്കിയപ്പോഴാണ് ഈ സിമ്പലിന്റെ കാര്യം ചോദിച്ചത്. ഒരാള് മാത്രമാണ് മറുപടി പറഞ്ഞത്. മറ്റുള്ളവർക്ക് ആ ടീച്ചറിന്റെ സഹായം, സുസ്മിത ടീച്ചറിന്റെ സഹായം വേണ്ടി വന്നു ഒന്ന് ഓർത്തെടുക്കാനായിട്ട്. പാഠപുസ്തകങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തതാണ്. LP-യുടെ പുസ്തകങ്ങൾ നമ്മൾ പരിശോധിച്ചതാണ്. സിമ്പലുകളെ കുറിച്ച് അവിടെവിടങ്ങളിലായി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ ഇപ്പൊ ജോയിൻ ചെയ്തവർ കൂടി വേണ്ടി പറയുകയാണ്, നമ്മൾ ഇനി ആമുഖഭാഗം അതായത് ഹാൻഡ് ബുക്കിന്റെ ആമുഖഭാഗം ഇനി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണുക. LP-യുടേതാണ് ചെയ്തത്, പക്ഷെ അത് തന്നെയാണ് UP-യുടെ ഹാൻഡ് ബുക്കിന്റെ ആമുഖഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പബ്ലിക് വീഡിയോ ആണ്. പബ്ലിക്കാണ്. ഇനി എത്ര ആഹാര ബന്ധങ്ങൾ എന്ന ഹെഡിങ്ങോടുകൂടി അടുത്ത കാര്യങ്ങൾ കൊടുത്തിരിക്കുകയാണ് അല്ലെ. പരിസരത്തുള്ള ഒരു മരത്തെ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് നിരീക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ജീവികൾ, ഏതൊക്കെ ജീവികളാണ് ആ മരത്തെ ആശ്രയിക്കുന്നത് എന്ന തരത്തിലാണ് അല്ലെ. അതിനെക്കുറിച്ച് കുട്ടികൾ ആഹാര ശൃംഖല ജാലം തയ്യാറാക്കണം. അപ്പൊ ഇവിടെ ഉണ്ടായ എന്താണ് പറയാ, എന്ത് പ്രക്രിയാശേഷിയാണ് ഇവിടെ ഉപയോഗിച്ചത്? ഈ ഒരു പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന പ്രക്രിയാശേഷി ഏതാണ്? നിരീക്ഷണം. ഒരു സംശയമുണ്ട് ഇപ്പോഴും അല്ലെ. ഇനി അടുത്തത് ചിത്രം കൊടുത്തിട്ടുണ്ട്. കുളത്തിലെ മത്സ്യത്തെ കണ്ടല്ലോ എന്ന് കൊടുത്തിരിക്കുന്നു. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ് എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പൊ അത് ചിത്രം കൂടി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഉത്തരം പറയാനാകും അല്ലെ. ഇവിടെ തന്നെ പല രീതികൾ, വെള്ളത്തിൽ ഇരിക്കുന്നു എന്നാൽ കരയിലേക്കാണ് തവള ഇരിക്കുന്നത് അല്ലെ. അപ്പോ അവിടെ തന്നെ നമുക്ക് എന്താശയം കൊടുക്കാൻ പറ്റും? എന്താശയമാണ് തവളയെയും ഞണ്ടിനെയും ഒക്കെ കാണിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്? കരയിലും വെള്ളത്തിലും അതിന് പറയുന്ന പേര്
ഉഭയജീവികൾ. ഉഭയജീവികൾ എന്ന ആശയം പറയാനാകും അല്ലെ. അപ്പൊ ഇവിടെ ജലത്തില് മാത്രമാണ് മത്സ്യം ജീവിക്കുന്നത്. മത്സ്യത്തിന് നിലനിൽക്കാൻ എന്തൊക്കെ വേണം? സൂര്യപ്രകാശം വേണം, ജലസസ്യങ്ങൾ വേണം, ഓക്സിജൻ വേണം അല്ലെ, ജലം വേണം. അപ്പൊ ഇതൊക്കെ ആവശ്യമാണ്. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് അവിടെ പറയാനാകും. ആരോ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം. 12 പേരാണ് ജോയിൻ ആയിരിക്കുന്നത് അല്ലെ. ഓക്കെ, പുസ്തകം മാറിപ്പോയ. ഓക്കെ, കുളത്തിലെ മറ്റ് ജീവികൾക്ക് നിലനിൽക്കാൻ ഈ ഘടകങ്ങൾ ആവശ്യമില്ലേ? കുളത്തിലെ ഘടകങ്ങൾ തരംതിരിച്ച് പട്ടികപ്പെടുത്തൂ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ജീവനുള്ളവയും ജീവനില്ലാത്തവയും തരംതിരിക്കാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതുവരെ കണ്ട ഏതെങ്കിലും ഭാഗത്ത് കുട്ടിക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? പ്ലവകങ്ങൾ അധിക വായനയായിട്ട് വന്നു. ആഹാര ശൃംഖല ജാലം എന്ന വാക്കും വന്നു. അതിനപ്പുറം മറ്റെന്തെങ്കിലും ഇല്ല. ആദ്യത്തെ പാഠങ്ങൾ എപ്പോഴും സിമ്പിൾ ആയിട്ടാണ് കൊടുക്കുക അല്ലെ. കുട്ടിയെ ആ വിഷയത്തോട് അടുപ്പിക്കുന്ന തരത്തിലാണ് പാഠഭാഗങ്ങൾ. അവ കുട്ടിക്ക് നിരീക്ഷണ വിധേയമാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് ആ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ തന്നെ പല പ്രക്രിയാശേഷികൾ ഉപയോഗിക്കാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെ പിന്നെ അതായത് താരതമ്യം ചെയ്യലും ഒക്കെ നടക്കുന്നുണ്ട് ചിത്ര പരിശോധന വരുമ്പോ ഇല്ലേ. മത്സ്യത്തെയും തവളയെയും ഞണ്ടിനെയും ഒക്കെ തമ്മിൽ താരതമ്യം ചെയ്തിട്ടുണ്ട്. ജീവികളെ എല്ലാം താരതമ്യം ചെയ്തിട്ടുണ്ട് അല്ലെ. പറക്കുന്നവ അല്ലെങ്കിൽ പറക്കാത്തവ, ജലത്തിനുള്ളിൽ വസിക്കാൻ മാത്രം കഴിയുന്നവ, ജലത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്നവ, ഇങ്ങനെ പല തരംതിരിക്കലുകൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ കൂടി കുട്ടി അവയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഇനി ആവാസം. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് വയൽ. മത്സ്യത്തിന് പുറമെ മറ്റു പല ജീവികളുടെയും ആവാസമാണിത്. അപ്പൊ ആവാസം, ഹാബിറ്റാറ്റ്. അപ്പം ഇവിടെ നിങ്ങൾ കണ്ട പ്രത്യേകത എന്താണ്? ഈ 4 വരികളുടെ ഇടയില്, ഈ 3 വരിയില് ഹെഡിങ് കണ്ടോ? എല്ലാം കണ്ണും കാതും തുറന്ന് പുസ്തക പരിശോധനയുടെ സമയത്ത് മൈന്യൂട്ട് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ കുറിച്ച് പോലും നിങ്ങൾ സംസാരിച്ചിരിക്കണം. ഹെഡിങ് കണ്ടോ? എന്താണ് പാഠപുസ്തകത്തിന്റെ പ്രത്യേകത? ഈ ഒരു പേജിന്റെ പ്രത്യേകത എല്ലാരും പോയോ? 12 പേര്. ഇതിലെ ആ ടോപ്പിക്, മെയിൻ ടോപ്പിക് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നത് റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ടോപ്പിക്കിലേക്ക് പോവാണ് അല്ലെ. ഇനി ഇച്ചിരി കട്ടിയിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ ഹെഡിങ് കൊടുത്തിരിക്കുന്നു. കുട്ടികൾക്ക് വായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അക്ഷരത്തിൽ, എന്നാൽ മറ്റുള്ള അക്ഷരങ്ങളിൽ നിന്ന് വ്യത്യാസമായ ഒരു നിറത്തിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് ഹെഡിങ്ങുകൾ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിസ്സാരമല്ലേ, ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നല്ല. പാഠപുസ്തകത്തിന്റെ പ്രത്യേകതകൾ ചോദിക്കുമ്പോൾ ഇതെല്ലാം നിങ്ങൾ പറയണം. മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഇന്റർവ്യൂവറിന് തോന്നണം. ഇതൊക്കെ നിസ്സാരമല്ലേ എന്ന് അവർ ചിന്തിക്കില്ല. ഈ കുട്ടി ഇതെല്ലാം ശ്രദ്ധിച്ചല്ലോ എന്നായിരിക്കും ആ സമയത്ത് ചിന്തിക്കുക. അപ്പോൾ ഹെഡിങ് വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. പ്രത്യേക നിറത്തിൽ ഹൈലൈറ്റ് ചെയ്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആവാസം എന്ന ഒരു രീതിയിലേക്ക് പോയി അവിടെ ഇംഗ്ലീഷ് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ചോ? അധിക വായന വേണ്ടിടത്ത് നമ്മൾ ഇംഗ്ലീഷ് ടേം കണ്ടില്ല. നമ്മൾ അങ്ങോട്ട് ചോദിച്ചു അല്ലെ എന്താണ് എന്ന്, ഇല്ലേ? പക്ഷെ പ്രധാന ടോപ്പിക്കുകളുടെ ഇംഗ്ലീഷ് ടേമും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനു സഹായിക്കും? ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ കാര്യങ്ങളെല്ലാം. മലയാളം മീഡിയം കുട്ടികൾക്ക് ഇംഗ്ലീഷ് വേർഡ്സ് കൂടുതൽ പരിചിതമാകും. അപ്പം അധ്യാപകർ എങ്ങനെ പഠിപ്പിക്കുന്നതാണ് ഉചിതം? ഈ വാക്കുകൾ കൂടി ഇംഗ്ലീഷ് വാക്കുകൂടി അതെ, പറഞ്ഞ് പഠിപ്പിക്കണം. അത് ഉറപ്പിക്കണം അല്ലേ. ഇപ്പൊ പുതുതായി കേൾക്കുന്ന ഫീല് +1 +2 വരുന്ന കുട്ടിക്ക് തോന്നരുത്. നമ്മുടെ മലയാളം മീഡിയത്തിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് കൂടി ആ വാക്കുകൾ പ്രാപ്യമാകണം. അത് ഓരോ അധ്യാപകരും മനസ്സിൽ
കുറിച്ചിട്ട് അത് ആ രീതിയിൽ തന്നെ പെരുമാറണം. ഇതൊന്നും എങ്ങും എഴുതി വെച്ച കാര്യങ്ങളോ ലിഖിതമായിട്ടോ നിയമപരമായിട്ടോ നമ്മളെ ആരും പഠിപ്പിക്കാൻ പോകുന്നില്ല. നല്ല അധ്യാപകർ അതൊക്കെ ചെയ്യേണ്ടവരാണ്. അപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ഇരുന്ന് നിങ്ങളോട് പുസ്തകത്തിന്റെ പ്രത്യേകതകൾ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് സയൻസുകാർക്കൊക്കെ പറയാം, തുടർ വിദ്യാഭ്യാസത്തിനൊക്കെ കുട്ടികളെ അനുയോജ്യരാക്കുന്ന തരത്തിൽ ഇംഗ്ലീഷ് വാക്കുകൾ, ആവശ്യമുള്ള പ്രധാന ടോപ്പിക്കുകളുടെ ഇംഗ്ലീഷ് വേർഡ്സും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പഴയ പുസ്തകങ്ങളിൽ ഇതേ രീതി ഉണ്ടായിരുന്നു, ഈ പുസ്തകത്തിലും അത് തുടർന്നിരിക്കുന്നു. ഈ രീതി എന്തുകൊണ്ടും മികച്ചതാണ്. തുടർ വിദ്യാഭ്യാസ സമയത്ത് കുട്ടികൾക്ക് വാക്കുകൾ, ഇംഗ്ലീഷ് വാക്കുകൾ കേൾക്കുമ്പോൾ അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ വാക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സഹായകരമാണ്. എല്ലാ അധ്യാപകരും അതിന് ഊന്നൽ കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ നിർദ്ദേശം എന്ന രീതിയിൽ കൂടി പറയാം. നിങ്ങൾ ഇത്രയേ പറയാവൂ, ഇതിനപ്പുറം പറയരുത് എന്നല്ല, പറയേണ്ട കാര്യങ്ങളെ ചുരുക്കി എന്നാൽ വ്യക്തമായിട്ട് കാഴ്ചപ്പാടുള്ള ആളുകളാണ് എന്ന് ബോധ്യം തോന്നത്തക്ക രീതിയിൽ പറഞ്ഞു വെക്കണം. ഇനി അടുത്തത് കണ്ടോ, എവിടേക്കാണ് കൊണ്ടുപോയത്? ഉദ്യാനം, ജൈവവൈവിധ്യ ഉദ്യാനം. ജൈവവൈവിധ്യ ഉദ്യാനം കടന്നു പോകാത്ത സസ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗവും ഉണ്ടാകാൻ വഴിയില്ല. പാഠപുസ്തകത്തിൽ ഒരു ക്ലാസ്സിലും ഉണ്ടാകാൻ വഴിയില്ല. ജൈവവൈവിധ്യ ഉദ്യാനത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇപ്പൊ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ എന്തൊക്കെ ഉണ്ട്, നിങ്ങൾ ഇതിൽ എന്തൊക്കെ കണ്ടു? ചിത്രശലഭം, തുമ്പികൾ, പൂക്കൾ, ചെടികൾ, കുറ്റിച്ചെടികള്, പുൽച്ചാടി. പറഞ്ഞോ, കൊച്ചു കുട്ടികൾ പറയുന്ന പോലെ പറഞ്ഞോ, അതിന് നാണക്കേട് വിചാരിക്കാതെ പറയുക. കണ്ട കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ആശയം പറയുന്നവർ ആരാണെന്ന് നോക്കട്ടെ. കഴിഞ്ഞോ? ഇനി ആരാ പറയുന്നത്? ആതിര ടീച്ചർ ഒന്ന് പറഞ്ഞോ കണ്ട കാഴ്ചകളെ കുറിച്ച്. വേഗം, ഞാൻ ഈ വിളിക്കുമ്പോ വേഗം വേഗം മറുപടി പറയണേ. ആതിര വത്സൻ. അത് പുല്ല്, പുൽച്ചാടി, പൂവ്, പൂമ്പാറ്റ, ചെടികള്, ഇത്രയൊക്കെയാ കണ്ടത്. ഓക്കെ, ഇത് വ്യത്യസ്തമായ രീതിയിൽ ആര് അവതരിപ്പിക്കുമെന്ന് നോക്കട്ടെ. ഒരാൾക്ക് കൂടി അവസരം. ഇയാൾക്കാണ് 14 മാർക്ക്. അങ്ങനെ പറയുമ്പോ ചാടി വീഴുന്നവരൊക്കെ പോയോ? ആരാ ഓണാക്കുന്നേ നോക്കട്ടെ. ആർക്കും വേണ്ട 14 മാർക്ക്. നിമിത ടീച്ചറിനും പറയാൻ പറ്റാഞ്ഞിട്ടല്ലേ ടീച്ചർ പറഞ്ഞേനെ, ടീച്ചർ പുറത്താ. രമ്യ, രേഷ്മ, ആർക്കും 14 മാർക്ക് വേണ്ടല്ലേ? ഷോ, ആരുമില്ല. ശപിക്കണോ? ഒരു വേലി കാണുന്നുണ്ടോ? ഒരു ഞാൻ കാണാത്തത് വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഒരു വേലി കാണുന്നുണ്ട്, ജൈവ വേലിയൊന്നല്ല. പറ, പോരട്ടെ. ഒരു വേലി പോലെ കാണുന്നുണ്ട്, അത് അതിന്റെ ബാക്കിൽ ചെടികളാണ്. ജൈവ വേലിയോ അതാണ് ഉദ്ദേശിച്ചത്. അതെ അതെ അതെ, പോരട്ടെ. എന്തോ ടീച്ചർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നോക്കിയപ്പോ അത് കിട്ടി. ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ ജൈവവേലികൾ ആണ് നിർമ്മിക്കാറ്. അത്തരത്തില് ജൈവവേലി വെച്ച് ജൈവവേലി വെച്ച് സെപ്പറേറ്റ് ചെയ്ത ജൈവ വൈവിധ്യ ഉദ്യാനത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? അതും കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനേക്കാൾ അപ്പുറം അതിനെ നന്നായി വിശദീകരിക്കാൻ പറ്റും. നിങ്ങളുടെ അവസരം കഴിഞ്ഞു. അതായത് ഈ ജൈവവൈവിധ്യ ഉദ്യാനം ഞാൻ നിരീക്ഷിക്കുമ്പോൾ അതില് മരങ്ങളുണ്ട്, കുറ്റിച്ചെടികളുണ്ട്, പുല്ലുണ്ട്, പുൽച്ചാടിയുണ്ട്, ഇതെല്ലാം നിങ്ങൾ പറഞ്ഞു. അപ്പൊ സസ്യങ്ങളുടെ വിവിധ തരം സസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലേ? 3-ാം ക്ലാസ്സിലാണോ? 3-ാം ക്ലാസ്സിന്റെ പാഠപുസ്തകത്തിലാണോ? ഹെർബ്, ഷ്രബ് എന്നൊക്കെ ഉള്ള രീതിയിൽ കുറ്റിച്ചെടികൾ അല്ലേ പഠിച്ചില്ലേ? ചെറു സസ്യങ്ങൾ, കുറ്റിച്ചെടികൾ, വൻമരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് തരംതിരിച്ചിരുന്നു. അത്തരത്തിലുള്ള ചെടികളെ അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ വിവിധ തരം സസ്യങ്ങളെ, അതായത് സസ്യങ്ങളെ തരംതിരിക്കുന്നത് തന്നെ
ചെറു സസ്യങ്ങൾ, കുറ്റിച്ചെടികൾ, വൻമരങ്ങൾ തുടങ്ങിയ രീതിയിലാണ്. അവയെല്ലാം നമ്മുടെ ജൈവവൈവിധ്യ ഉദ്യാനത്തിന്റെ ഭാഗമാണ്. ജൈവവൈവിധ്യ ഉദ്യാനം എന്ന് പറയുമ്പോൾ അവിടെ വൈവിധ്യം ആവശ്യമാണ്. വിവിധ നിറത്തിലുള്ള പൂക്കളുള്ള സസ്യങ്ങളാണ് കൂടുതലായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ പൂക്കൾ തേടി വരുന്ന പൂമ്പാറ്റകളുണ്ട്. ഓരോ തരം പൂമ്പാറ്റയും ഓരോ സസ്യങ്ങളിൽ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ അവിടെ ശലഭോദ്യാനമായിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. ശലഭോദ്യാനം തയ്യാറാക്കുമ്പോൾ ആ ശലഭത്തിന്റെ പ്യൂപ്പയ്ക്ക് ജീവിക്കാനാകുന്ന തരത്തിലുള്ള സസ്യങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രമേ പൂമ്പാറ്റകൾ വന്നവിടെ മുട്ടയിടാറുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള സസ്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. പിന്നെ പുൽച്ചാടി അല്ലെങ്കിൽ തുമ്പി ഇവയൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ കിളികളോ അതിനെയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനെയും കൂടെ ഒക്കെ വരയ്ക്കായിരുന്നു അല്ലെ. അപ്പോ ജൈവവൈവിധ്യ ഉദ്യാനവുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക ആശയങ്ങളും എനിക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിഞ്ഞു. ഞാൻ വേറെ പടം പോയി കണ്ടോ? ഈ അടിച്ചുപോയ കണ്ണ്, എനിക്ക് 2 അടിച്ചുപോയ കണ്ണാണ്. ഏതാണ്ട് ഇത്രയും വലിയ സ്പെക്സ് ഒക്കെ വെച്ചിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ടായിരിക്കോ? ആ കണ്ണാടി ഞാൻ ഊരി വെച്ചേക്ക്. അതുകൊണ്ടാണോ കൂടുതൽ പറയാൻ പറ്റിയേ? അപ്പൊ മടിയന്മാരും മടിച്ചുകളായിട്ട് മാറിയോ? അത് കണ്ണിങ്ങനെ ഊരി കഴുകി തിരിച്ചു വെക്കണം. കണ്ണിലൂടെ കാണുന്ന കാര്യങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും അത് ഭാഷയുടെ രൂപത്തിൽ പറയാനും പറ്റണ്ടേ? ഞാൻ എന്ത് ചെയ്യണം? എല്ലാവരുടെയും പിള്ളേർക്ക് ഫോൺ കൊടുക്കണം. എന്നിട്ട് അവരോട് ഞാൻ പറയാം നല്ല തല്ല് തരാൻ കേട്ടോ. ഓക്കെ. ഏതെല്ലാം ജീവികളുടെ ആവാസമാണ് ജൈവവൈവിധ്യ ഉദ്യാനം എന്ന് പറഞ്ഞിട്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾ എന്താണ്? ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത്? ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ ഉണ്ട്? ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് കണ്ടത്. ഫീൽഡ് ട്രിപ്പ്, ജൈവവൈവിധ്യ ഉദ്യാനത്തിലെ ഫീൽഡ് ട്രിപ്പ് പോയിട്ട് കുട്ടികൾ അവിടെ നിന്ന് നിരീക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. അശ്വതിക്ക് ആരെങ്കിലും വണ്ടി വിളിച്ചോട്. കുറച്ചു നേരം കൊണ്ട് ഫീൽഡ് ട്രിപ്പിന് പോവാൻ നിൽക്കുക. ചോദ്യങ്ങൾ കാണുമ്പോൾ ഈ ചോദ്യങ്ങളുടെ പ്രത്യേകതയിലേക്ക് പോകൂ. പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആഹാര ശൃംഖലയിലെ ജീവികളുടെ ഒരു ആവാസ കേന്ദ്രമാണ് ജൈവവൈവിധ്യ ഉദ്യാനം എന്ന് മനസ്സിലാക്കാൻ ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്ന ആ ചോദ്യ ശൈലി ഒന്ന് നോക്കുക. പൊതുവായിട്ടൊന്ന് നോക്കി എന്തിനായിരിക്കും അവ ഉപയോഗിച്ചിട്ടുള്ളത്? നമ്മൾ പഠിച്ച ഏതൊക്കെ ആശയവുമായിട്ട് അതിന് ബന്ധമുണ്ട്? എന്തെങ്കിലുമൊക്കെ ആശയങ്ങളുമായിട്ട് ബന്ധമുണ്ടോ? തൊട്ടടുത്ത വരിയും ഒക്കെ ഒന്ന് നോക്കുക. പിന്നെ പറ്റും. ജീവനില്ലാത്ത ഘടകങ്ങളും ആ ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമാണെന്ന് നമുക്ക് ഈ ചിത്രത്തിലൂടെ കാണാൻ പറ്റില്ലേ? കാണാൻ പറ്റും. ഞാൻ എപ്പോഴും പറയും, നമുക്ക് ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഉത്തരം പറയാൻ പറ്റണം. അതിന്റെ മുകളിലുള്ള നിങ്ങൾ ഇപ്പോഴും ആ ചോദ്യത്തിന്റെ ഉത്തരം മാത്രമേ നോക്കുന്നുള്ളൂ. ഞാൻ അതിനെ പൊതുവായി ഒന്ന് കാണാൻ പറഞ്ഞു. അതിനെ ആ ചോദ്യത്തിന്റെ ശൈലിയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. എന്തിനായിരിക്കും അത്തരം ഒരു ചോദ്യം? ഏത് ചോദ്യമാവട്ടെ, അങ്ങനെ ഒരു ചോദ്യം അവിടെ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ രീതി എന്തിനാണ്? തുടങ്ങി എന്തെല്ലാം ആശയങ്ങൾ അവിടെ പറയാം. അടുത്ത പ്രവർത്തനം എന്താ? ഈ 2 ചോദ്യങ്ങൾക്ക് ശേഷം കൊടുത്തിരിക്കുന്ന പ്രവർത്തനം എന്താണ്? ആരാ അവിടെ? തൊട്ട് മുമ്പുള്ള നിരീക്ഷണ കുറിപ്പ് കാണാതെ റോൾ പ്ലേയിൽ ചാടുവാണോ? നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുക എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജൈവവൈവിധ്യ ഉദ്യാനം നിരീക്ഷിച്ച് നിരീക്ഷണ കുറിപ്പ് തയ്യാറാക്കുക എന്നാണ്. ഈ ഇത്രയും വരികൾ അവിടെ ആ സ്പേസ് കളയാതെ ആ ചിത്രത്തിനടിയിൽ അങ്ങനെ അങ്ങ് കൊടുക്കുന്നതല്ലായിരുന്നോ നല്ലത്?
പല രീതി ചോദിച്ച് ഇനി ഉത്തരത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കാം. ഒരു പ്രശ്നം ഉന്നയിച്ചിട്ട് അതിൽ നിന്ന് നിരീക്ഷണക്കുറിപ്പ് തരും. ഇന്റർവ്യൂവർ ഇങ്ങനെ കാത്തിരിക്കും കേട്ടോ അശ്വതി. ഇതുപോലെ ചോദ്യം ചോദിച്ച് അവസാനം ആ പ്രശ്നം ഉന്നയിക്കുന്ന തരത്തിൽ അശ്വതി പറയുമ്പോ മാർക്ക് തന്ന് വിടും കേട്ടാ. മനസ്സിലായോ? നമ്മളിപ്പോ എവിടേക്ക് പോയി എന്ന് മനസ്സിലായോ? എന്താണ് നമുക്ക് പറ്റുന്നത്? ആവാസം എന്ന് പറയുന്ന സമയത്ത് ഓരോ ജീവികൾക്കും അനുകൂലമായ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണല്ലോ ആവാസം. അപ്പൊ ജൈവവൈവിധ്യ ഉദ്യാനം ഏതൊക്കെ ജീവികൾക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ന് കുട്ടികൾക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഏതെല്ലാം ജീവികളുടെ ആവാസമാണ് എന്ന് പറഞ്ഞോ. ആ ഒരു ഏതെല്ലാം ജീവികളുടെ ആവാസമാണ് ജൈവവൈവിധ്യ ഉദ്യാനം എന്ന് ചോദിക്കുന്നതിലൂടെ ഈ ഞാൻ ചിരിച്ചപ്പോ നിർത്തി. ഞാനേ അശ്വതി എടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പറഞ്ഞ അശ്വതി ഉത്തരത്തിലേക്ക് എത്തിയായിരുന്നു. അപ്പൊ വീണ്ടും ആ ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചു പോവാ. അതല്ല, ചോദ്യം അവിടെ ഉൾപ്പെടുത്തിയത് എന്തിന് എന്ന് ഞാൻ ഡയറക്റ്റ് ചോദിക്കാതെ നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാനാണ് ഞാൻ നോക്കിയത്. അതുപോലെ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കൂ, നിങ്ങളുടെ ജൈവവൈവിധ്യ ഉദ്യാനം നിരീക്ഷിച്ച് നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കൂ എന്ന് കൊടുക്കുന്നതല്ലേ എളുപ്പം? എന്തിനാണ് ഈ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയത് എന്ന് ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അൻസി ടീച്ചർ വീണ്ടും പഴയ രീതിയിലേക്ക് ഉത്തരം പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ കേട്ട് ചോദ്യത്തിന്റെ ഉള്ളിൽ നിന്ന് ഉത്തരം പറയാനായിട്ട് നമുക്ക് പറ്റണം. നമ്മൾ അത്രയും സൂക്ഷ്മമായി വേണം ചോദ്യങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട്. ഞാൻ എപ്പോഴും ഇവർ കേട്ട് തഴമ്പിച്ചവരാ, എന്നിട്ട് അവർ ആ രീതിയിൽ ഉത്തരം പറയുന്നില്ല പലരും. ഞാൻ എപ്പോഴും പറയും, നമ്മള് പിന്നെ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിന്റെ മുമ്പിൽ ഇരുന്ന് ഉത്തരം പറയുന്നു എന്ന രീതിയിൽ വേണം നമ്മൾ ആൻസേഴ്സിലേക്ക് എത്താൻ. നമ്മളുടെ ഉത്തരം നമ്മളെ തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ വേണം ചിന്തിക്കാൻ. നമ്മളൊരു പോലീസ് ഓഫീസറിനോട് ഒരു ഉത്തരം പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം ചിന്തിക്കുക അല്ലെ? എല്ലാ വഴിയും ചിന്തിക്കുക, അല്ലെ നമ്മൾ അവിടെ കുറ്റവാളിയായി പോകും. നമ്മളെല്ലാം ചിന്തിച്ച് നമ്മുടെ വായിൽ നിന്ന് അറിയാതെ പോലും ഒരു അബദ്ധം വരാതെ നമ്മൾ ശ്രമിക്കും. അപ്പൊ ആപ്റ്റായിട്ട് ചോദ്യം മനസ്സിലാക്കി അതിന് ഉത്തരം പറയാൻ നമുക്ക് പറ്റണം. ഇവിടെ ചോദ്യ രീതിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പറഞ്ഞ ഒരു ആശയത്തിലും ഞാന് തൃപ്തിയല്ല നിങ്ങളുടെ മറുപടിയിൽ കേട്ടോ. അപ്പൊ എന്താണേലും ഒന്നുകൂടി ഒന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനിടയിൽ പുസ്തകം നന്നായി പരിചയപ്പെടുമ്പോൾ തന്നെ കണ്ണിൽ കാണുന്ന ഓരോ കാര്യങ്ങളും എഴുതി വെക്കുക. നിസ്സാരമെങ്കിൽ കൂടി നിങ്ങൾ നിരീക്ഷിച്ച കാര്യങ്ങളെ വിശദമായി ഒന്ന് എഴുതി വെക്കാനായിട്ട് പോയിന്റ് ആയിട്ട് എഴുതാൽ മതി. അതേക്കുറിച്ച് വിശദമായി പറയാൻ പ്രാപ്തരാവുന്ന തരത്തിൽ ഒന്ന് എഴുതി വെച്ചാൽ മതി. അപ്പൊ ഇവിടെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതെല്ലാം ജീവികളുടെ ആവാസമാണ് ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന ചോദ്യം ആണ് ആദ്യം കൊടുത്തത്. പിന്നെ ഈ ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ ഉണ്ട് എന്ന അടുത്ത ചോദ്യം. അത് കഴിഞ്ഞിട്ടാണ് നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കൂ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ചോദ്യങ്ങളുടെ ഉദ്ദേശം എന്താണ്? അശ്വതി അവസാനം എത്തിച്ചേർന്ന അതേ ഉത്തരമാണ്. കുട്ടികൾക്ക് മുന്നിലേക്ക് ഒരു പ്രശ്നം അവതരിപ്പിച്ച ശേഷമാണ് പ്രവർത്തനത്തിലേക്ക് പോകേണ്ടത്. അതൊരു പ്രശ്നമാണ്, തനിക്കതേക്കുറിച്ച് ധാരണ കുറവാണ്, അല്ലെങ്കിൽ അത് താൻ ചിന്തിച്ചില്ലല്ലോ, അതേക്കുറിച്ച് അറിയണമല്ലോ എന്നൊരാഗ്രഹം കുട്ടിയിലേക്ക് ജനിപ്പിക്കണ്ടേ? കുട്ടിയെ പഠന സന്നദ്ധനാക്കണ്ടേ? വേണ്ടേ അൻസി ടീച്ചറെ? അതെ. അപ്പൊ നമ്മള് ശിശു കേന്ദ്രീകൃത സമീപനമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ആണോ ആതിര ടീച്ചറെ? അതെ. അപ്പൊ ശിശു കേന്ദ്രീകൃത സമീപനത്തില് ടീച്ചർ ഡയറക്റ്റ് നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് പറയുകയാണോ? ഇത്തരത്തിൽ കുട്ടിയെ കൊണ്ട് ചിന്തിപ്പിച്ച് ചെയ്യിക്കുകയാണോ വേണ്ടത്? ചിന്തിപ്പിച്ചതിന് ശേഷം പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയാണ് വേണ്ടത് അല്ലെ? അപ്പൊ നമ്മളുടെ പാഠപുസ്തകം അതിനോട് നീതി പുലർത്തിയിരിക്കുന്നു. ശിശു കേന്ദ്രീകൃതമായ സമീപനമാണ് പാഠപുസ്തകത്തിലൂടെ നീളം നമുക്ക് കാണാനാകുന്നത്. അപ്പൊ പഠന പ്രവർത്തനങ്ങൾ കൊടുക്കുന്നതിന് മുന്നായി തന്നെ ഒരു പ്രക്രിയാശേഷിയിലേക്ക് കടക്കുന്നതിന് മുന്നായി കുട്ടിയെ പഠന സന്നദ്ധനാക്കുന്നുണ്ട്. ആ പ്രക്രിയക്ക് വേണ്ട ഒരുക്കങ്ങൾ കുട്ടി അറിയാതെ തന്നെ സ്വാഭാവികമായ രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്തത്തക്ക രീതിയിൽ പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ ചോദ്യങ്ങൾ.
ഈ ചോദ്യങ്ങൾ, ഒരു ചോദ്യം ചോദിക്കുമ്പോ എന്താ അശ്വതി സംഭവിക്കുക? മനസ്സ് അസന്തുലിതമാകും. ആ അപ്പോഴേ അതെ അവരെ ഉം, അത് അതെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തി ഉം. ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരും അവസാനം. അതെ ജ്ഞാന നിർമ്മിതി ഭാഗം. അതെ. ശ്രവ്യ ടീച്ചറെ, ഈ ഈ മനസ്സിനെ ഇങ്ങനെ അസന്തുലിതമാക്കേണ്ടതിന്റെ ആവശ്യകത എന്താ? എന്നാൽ മാത്രമേ കുട്ടികൾക്ക് പുതിയ കാര്യം കണ്ടുപിടിച്ച് ആ മനസ്സിന് അതിന്റെ ഉത്തരം കണ്ടുപിടിച്ചാൽ മാത്രമേ സന്തുലിതാവസ്ഥയിലേക്ക്, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒരു തൃപ്തി ഉണ്ടാവുകയുള്ളൂ അല്ലെ? മനസ്സിന്റെ ആ ഒരു അസന്തുലിതാവസ്ഥ പരിഹരിക്കപ്പെടണമെങ്കിൽ അവൻ ഉത്തരത്തിലേക്ക് എത്തണം. അപ്പൊ ആ ഉത്തരം കണ്ടെത്തേണ്ടത് തന്റെ ആവശ്യമാണ് എന്ന ബോധ്യം കുട്ടിയിലേക്ക് ഉണ്ടാവുകയും അവൻ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പൊ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കൂ എന്ന് കൊടുത്തു. അടുത്തതായിട്ട് ജൈവവൈവിധ്യ ഉദ്യാനത്തിലെ ജീവനുള്ള ഘടകങ്ങളെയും ജീവനില്ലാത്ത ഘടകങ്ങളെയും ഉൾപ്പെടുത്തി ക്ലാസ്സിൽ റോൾ പ്ലേ അവതരിപ്പിക്കൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സയൻസും റോൾ പ്ലേയും തമ്മിൽ എന്താ ബന്ധം? അതെന്തിനാ ഇവിടെ? നിങ്ങൾക്ക് അറിയുന്ന ആശയം പറഞ്ഞോ. റോൾ പ്ലേയുടെ പ്രാധാന്യം എന്താണ്? കുട്ടികൾ കൂട്ടായിട്ട് പ്രവർത്തനാധിഷ്ഠിതമായിട്ടുള്ള ക്ലാസ് മുറിയാണല്ലോ ഇപ്പോ. അപ്പോ കൂട്ടായ പ്രവർത്തനത്തിലൂടെ അത് ചെയ്തിട്ട് മറ്റുള്ളവരെ കണ്ടു പഠിക്കുമ്പോൾ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും. കുട്ടികൾ തന്നെ അതിനെ ചെയ്യുമ്പോ. പറഞ്ഞു പൂർണ്ണത വരുത്തൂ. പറയുന്ന കാര്യം ശരിയാണ്, അതിനെ ആ ശരിയിലേക്ക് എത്തിക്കുക. പോരായ്മ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ ക്ലാസ് മുറി പ്രവർത്തനാധിഷ്ഠിത ക്ലാസ് മുറിയാണ്. അപ്പോ ഇപ്പൊ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം എല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടികൾ കൂട്ടായിട്ട് ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിൽ കുട്ടികൾ കൂടുതൽ അറിവ് നേടുന്നുണ്ട്. അത് മറ്റുള്ള ഒരുവിധം എല്ലാ കുട്ടികളെയും ഇതിൽ പങ്കെടുപ്പിക്കാനും പറ്റും ഈ റോൾ പ്ലേ ആകുമ്പോൾ. ഓക്കെ, മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് പറയാനുണ്ടോ? കുട്ടികളുടെ സർഗാത്മകത അളക്കുവാൻ സാധിക്കും. ഓക്കെ, ഇനി അശ്വതി ഉണ്ടല്ലേ? അശ്വതിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ഒളിഞ്ഞിരിക്കുന്ന 1-2 പേരുണ്ട്, ഞാൻ വിളിക്കട്ടെ. റജീൻ ടീച്ചറെ, ഇന്ന് ലേറ്റായി. റജീന ടീച്ചറെ എവിടോ ഫോൺ വെച്ചിട്ട് ഓടിയിട്ടുണ്ട്. റജീന ടീച്ചറെ, പിള്ളേരോടി വരും ഇപ്പം. രമ്യ ടീച്ചർ പറഞ്ഞോ. രമ്യ പറഞ്ഞോ. ഹലോ ടീച്ചറെ, ഈ നെറ്റ് ക്ലിയർ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല, എനിക്ക് കേൾക്കാൻ. പകുതി ഞാൻ കേൾക്കുന്നില്ല, അതെനിക്ക് പറയാം. ഓക്കെ, ഞാൻ ഇപ്പൊ ചോദിക്കുന്നത് കേൾക്കാലോ? എന്റെ ക്ലിയർ ആയിട്ടില്ല, ക്ലിയർ ആയിട്ടില്ല. ഓക്കെ ടീച്ചർ, ഓഫ് ചെയ്തോ. നെറ്റൊക്കെ ക്ലിയർ ആക്കണം, എങ്കിലേ നമുക്ക് സംസാരിച്ച് ശരിയാവും. അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. ഹലോ ടീച്ചർ, നോട്ട് പറയോ? ടീച്ചറിനെ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഓക്കെ, നെറ്റ് ക്ലിയർ ആക്കണം എന്ന് പറഞ്ഞതാണ്. നമുക്ക് സംസാരിച്ച് നേരെയാകണ്ടേ? പ്രത്യേകിച്ച് രമ്യ ടീച്ചറിന് കുറെ തടസ്സങ്ങളുണ്ട്, അതിനെയൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് വരണം സംസാരത്തില് കേട്ടോ. ഓക്കെ, ഈ പറയുന്ന ജൈവവൈവിധ്യ ഉദ്യാനത്തെ കുറിച്ച് നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ വേറെ എന്തെങ്കിലും ആണോ ചോദിക്കാൻ വന്നതെന്ന് വിട്ടുപോയി. അപ്പൊ ഈ നിരീക്ഷണക്കുറിപ്പ് എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്താം എന്ന് അവിടെ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നോ? അതെന്തിനു വേണ്ടിയായിരിക്കും? കുട്ടികളുടെ സർഗാത്മക ശേഷി വളർത്തനവും. നിരീക്ഷണക്കുറിപ്പിന്റെ പ്രത്യേകത കൊടുത്തേക്കുന്നതോ? നിരീക്ഷണക്കുറിപ്പ് കുട്ടികളുടെ ചിന്താശേഷി ഡെവലപ്പ്,
നിരീക്ഷണക്കുറിപ്പിൽ എന്തെല്ലാം എന്ന് പറഞ്ഞൊരു ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ഒരു ലിസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്? പാഠപുസ്തകം കാണുന്നുണ്ടോ സ്ക്രീനിൽ? ഇത് കണ്ടോ ഹലോ ഹലോ ടീച്ചറെ? ഈ നിരീക്ഷണക്കുറിപ്പിൽ എന്തെല്ലാം എന്ന് പറയുന്ന ഈ ഒരു ലിസ്റ്റ് കണ്ടോ? ആ കണ്ടു കണ്ടു. അത് എന്തിനായിരിക്കും അത് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നിരീക്ഷണക്കുറിപ്പിന്റെ ഉദ്ദേശം, പിന്നെ എന്തെല്ലാം സാമഗ്രികൾ എനിക്ക് ആവശ്യമെങ്കിൽ, പിന്നെ പറഞ്ഞിരിക്കുന്ന നിരീക്ഷണ സാഹചര്യം, എവിടെ നമ്മൾ അത് ആക്കണം, എപ്പോൾ തിരഞ്ഞെടുക്കണം, എവിടെ, എങ്ങനെ, എപ്പോൾ എന്നുള്ളത്, പിന്നെ അതിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ലാസ്റ്റ് നമ്മൾ എല്ലാം കണ്ടെത്തിയെന്നുള്ളതിന് നിഗമനത്തിൽ എത്തിച്ചേരണം. അതെന്തിനാണ് അവിടെ ഉൾപ്പെടുത്തിയതെന്നാണ് ഞാൻ ചോദിച്ചത്. വൈവിധ്യ ഉദ്യാനം നിരീക്ഷണത്തിലൂടെയാണല്ലോ നമുക്ക് പഠിക്കാൻ പറ്റുക. ടീച്ചറെ, അവിടെ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ ആ ലിസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്? അപ്പൊ അങ്ങനെ ചിന്തിക്കണ്ടേ? ജൈവ വൈവിധ്യ ഉദ്യാനം ഞാൻ ചോദിച്ചോ? നിരീക്ഷണക്കുറിപ്പിൽ എന്തെല്ലാം എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി അവിടെ പ്രത്യേകമായി ആ മൂല്യനിർണയ ഉപാധികളാണ്, നിരീക്ഷണ കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതെന്തിനാണ് എന്ന് ചോദിച്ചാല് കുട്ടികൾക്ക് വളരെ ഭംഗിയായി അല്ലെങ്കിൽ തെറ്റുകൂടാതെ നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ അതിന്റെ ഉത്തരം. എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്നുള്ളത്. അപ്പൊ ടീച്ചറിനോട് ചോദിച്ചപ്പോ ടീച്ചർ അതങ്ങ് വായിക്കുക ചെയ്തത്. ഓക്കെ, ചോദ്യം മനസ്സിലാക്കി ഉത്തരം പറയണം. നിമിത ടീച്ചർ ടൈപ്പ് ചെയ്തൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, എന്താണ് നിരീക്ഷണം എങ്ങനെയൊക്കെ വേണമെന്ന് കുട്ടികൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നിമിത ടീച്ചർ താണ്ട പറയാൻ പറ്റാത്തതുകൊണ്ട് ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിരീക്ഷണക്കുറിപ്പിൽ എന്തെല്ലാം എന്ന് പറഞ്ഞ് പ്രത്യേകമായ ഒരു കോളത്തില് നിരീക്ഷണക്കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. നേരത്തെ മുൻപുള്ള പാഠപുസ്തകങ്ങളിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ പഠിച്ച പാഠപുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നോ? ഇല്ല. ഈ കഴിഞ്ഞുപോയ പാഠപുസ്തകത്തിലും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളവർക്ക് ഓർമ്മയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടോ? അത് ഒന്നുകൂടി നമുക്ക് നോക്കാം. എങ്കിലും നിരീക്ഷണക്കുറിപ്പ് ഇങ്ങനെ അതിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് വിലയിരുത്തലിന് വിധേയമാക്കുക, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വളരെ കൃത്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു പാഠപുസ്തകത്തിൽ. കുട്ടിക്ക് പിന്നെ ഒരു സംശയം വരാൻ സാധ്യതയില്ലാത്ത തരത്തിൽ എങ്ങനെയാണ് ഒരു നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് എന്നതിന്റെ വ്യക്തമായ സ്റ്റെപ്പുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്കുള്ളൊരു പാരയും കൂടിയാണത്. നിരീക്ഷണക്കുറിപ്പിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? നിരീക്ഷണക്കുറിപ്പിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ചോദിച്ചാല് നിരീക്ഷണത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് വ്യക്തമാക്കണം. എന്തൊക്കെ സാമഗ്രികളാണ്, എന്തെങ്കിലും സാമഗ്രികൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവ എന്തൊക്കെയാണ് എന്ന് എഴുതണം. ഇപ്പൊ നമ്മളൊരു മഴമാപിനിയൊക്കെ തയ്യാറാക്കുന്നെങ്കിൽ മഴമാപിനി അവിടെ ഒരു സാമഗ്രിയായിട്ട് വേണ്ടി വരും. അതിന്റെ സ്കെയില് വേണം, കുപ്പി വേണം അല്ലെ? മഴമാപിനി തയ്യാറാക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എഴുതി വെക്കേണ്ടി വരും. നിരീക്ഷണ സാഹചര്യം എവിടെയാണ് നടത്തിയത്, എങ്ങനെയാണ് നടത്തിയത്, എപ്പോഴാണ് നടത്തിയത്, ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് നിരീക്ഷണ സാഹചര്യം എഴുതേണ്ടത്. അതായത് ജൈവ വൈവിധ്യ ഉദ്യാനം, സ്കൂളിലെ ജൈവ വൈവിധ്യ ഉദ്യാനമാണ് ഞങ്ങൾ ഈ നിരീക്ഷണക്കുറിപ്പ് അല്ലെങ്കിൽ നിരീക്ഷണം നടത്താനായി ഉപയോഗിച്ച സ്ഥലം എന്ന് നമുക്കിവിടെ എഴുതാം അല്ലെ? രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെയാണ് ഞാൻ നിരീക്ഷിച്ചത്, വൈകുന്നേരം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ നിരീക്ഷിക്കുകയുണ്ടായി, അപ്പോൾ കണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന രീതിയിലേക്ക് കുട്ടി അവിടെ നിരീക്ഷണത്തിന്റെ സാഹചര്യത്തെയൊക്കെ വിശദമാക്കേണ്ടി വരില്ലേ?
വരുവോ? വരും. അത് കാണുമ്പോൾ എങ്ങനെയാണ് ഈ കുട്ടി ഇത് ചെയ്തത് എന്ന് മനസ്സിലാവും. അത് വെറുതെ എഴുതി വെച്ചതാണോ, ചെയ്തിട്ട് എഴുതുന്നതും ചെയ്യാതെ നിരീക്ഷണക്കുറിപ്പ് എഴുതുന്നതും നമുക്ക് കാണുമ്പോൾ തന്നെ വ്യക്തമാവും. ഇനി അടുത്ത സ്റ്റെപ്പ് കണ്ടെത്തലുകൾ എഴുതണം. അപ്പോൾ കുട്ടി തന്റെ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ രാവിലെ സമയത്ത് ഏതൊക്കെ ജീവികൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ, എന്തൊക്കെ ആവാസമാണ് ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെക്കുന്നു. അവന്റെ കണ്ടെത്തലുകൾ എഴുതി വെക്കുന്നു, നിഗമനത്തിലെത്തുന്നു. അപ്പൊ നിഗമനത്തിലെത്തുമ്പോൾ കുട്ടി അവിടെ പലതും കാണും. അതായത് ഈ ചോദിച്ച ചോദ്യത്തിന് അപ്പുറം അവൻ ചില കണ്ടെത്തലുകൾ നടത്താനും സാധ്യതയുണ്ട് അല്ലെ? ജീവികളുടെ നിലനിൽപ്പിന് അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ ജൈവവൈവിധ്യ ഉദ്യാനത്തിൽ ഉണ്ട് എന്നുള്ളത് വരുമ്പോൾ തന്നെ പൂക്കളുണ്ട്, ചെടികളുണ്ട്, വൻമരങ്ങളുണ്ട് അല്ലെ? അങ്ങനെയുള്ള സസ്യങ്ങളുടെ പ്രത്യേകതകൾ വരുന്നതിനോടൊപ്പം സ്ഥിരമായി ചില ചിത്രശലഭങ്ങൾ ഇന്ന ചെടിയെയാണ് ആശ്രയിച്ചത്, അല്ലെങ്കിൽ കൃഷ്ണകിരീടം എന്ന സസ്യത്തെ ആശ്രയിച്ചാണ് പിന്നെ കൃഷ്ണശലഭം എന്താണ് അത് ആ ശലഭം ഉള്ളത്, അല്ലെങ്കിൽ തകരമുത്തി തകര ചെടിയെ ആശ്രയിച്ചാണുള്ളത് എന്ന് ഞാൻ കണ്ടെത്തി. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ അവന്റെ കണ്ടെത്തലുകൾ ആ കണ്ടെത്തലിനകത്ത് വരും, നിഗമനത്തിൽ അത് വരും. ഇതെല്ലാം കുട്ടി ചെയ്തു പഠിക്കും. ആണോ? മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അടുത്തത് റോൾ പ്ലേയുടെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. പിന്നെ അതായത് റോൾ പ്ലേ നമ്മൾ ഈ പാഠം ഫുള്ള് അശ്വതി ഫുള്ള് ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഞാനത് വീണ്ടും ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇത്രയും വിശദമായി ഞാൻ ഇനി പറയില്ല. അടുത്ത പാഠം എടുക്കുന്നവർ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പറയാൻ പറ്റണം, നിങ്ങൾക്ക് കഴിയണം. ഇന്ന് ആദ്യത്തേതായത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഒന്നുകൂടി ഇടപെടൽ നടത്തിയത്. അപ്പോ റോൾ പ്ലേയുടെ കാര്യം, റോൾ പ്ലേ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പറയാനാകും, നിങ്ങൾ ഇവിടെ പറഞ്ഞു കുട്ടികളുടെ സർഗശേഷി അല്ലെങ്കിൽ സർഗാത്മകതയെ പോഷിപ്പിക്കാനാണ്, സർഗാത്മക പ്രകടനങ്ങൾക്കാണ് എന്നൊക്കെ. നമ്മൾ ഈ ശാസ്ത്ര നാടകങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ റോൾ പ്ലേ ശാസ്ത്രത്തിൽ ഒരു പ്രാധാന്യത്തോടെ നടത്താറുള്ള ഒന്നാണ്. അതായത് പല കുട്ടികൾക്കും ലഭ്യമാകാത്ത ആശയങ്ങൾ ഇത്തരം റോൾ പ്ലേയിലൂടെ ആ കുട്ടിയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയില്ലേ? പഠന നിലവാരം വ്യത്യസ്തമായ പഠന നിലവാരത്തിലുള്ള കുട്ടികളാണ് നമ്മളുടെ ക്ലാസ് റൂമുകളിൽ ഉള്ളത്. പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ കുട്ടികൾ കൂടി ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് ഈ റോൾ പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഭിന്ന നിലവാരക്കാരെയും ഭിന്നശേഷിക്കാരെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഈ റോൾ പ്ലേ വളരെ ഭംഗിയായി ക്ലാസ് റൂമുകളിൽ സംഘടിപ്പിക്കാവുന്നതാണ്. റോൾ പ്ലേ നടത്തപ്പെടുമ്പോൾ നമ്മൾ അതിനായി തിരഞ്ഞെടുത്ത ആശയം എല്ലാ കുട്ടിയിലേക്കും എത്താനായിട്ട് ഒരുവിധം അത് ഒരു പരിധി വരെ അതിന് കഴിയുന്നുണ്ട്. അപ്പൊ ആശയം മനസ്സിലാക്കിയാൽ മാത്രമേ റോൾ പ്ലേ അവതരിപ്പിക്കാനാവുകയുള്ളൂ. റോൾ പ്ലേ അവതരിപ്പിക്കപ്പെടണമെങ്കിൽ അതിനെ ഭംഗിയായി തെറ്റില്ലാതെ അവതരിപ്പിക്കപ്പെടണമെങ്കിൽ അവിടെ പരിശീലനം ആവശ്യമാണ്, സഹവർത്തിത്വം ആവശ്യമാണ് അല്ലെ? സഹകരണാത്മകമായ പഠനം അവിടെ നടക്കുന്നുണ്ട്, സഹവർത്തിത്വമുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കവിടെ പറയാനാകും. അപ്പോൾ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ് റോൾ പ്ലേ എന്ന് പറയുന്നത്. അപ്പൊ അത്രത്തോളം ആ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തിക്ക് മാത്രമേ അതിനെ നന്നായി പ്രകടിപ്പിക്കാനാകുകയുള്ളൂ. അപ്പോൾ ആശയങ്ങളെ കാണാതെ പഠിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഉൾക്കൊണ്ട് പഠിക്കാൻ പറ്റാതെ പോയ കുട്ടികൾക്ക്, പഠന വിടവ് വന്ന കുട്ടികൾക്കൊക്കെ ഈ റോൾ പ്ലേ അതിനെ നികത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. കാഴ്ച രൂപേണ, ദൃശ്യ രൂപേണ കുട്ടികളുടെ മുന്നിലേക്ക് റോൾ പ്ലേ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഈ ദൃശ്യസ്ഥലപരമായ ബുദ്ധിയുള്ള കുട്ടികളുണ്ട്, അതുപോലെ പഠന രീതി വിഷ്വലൈസേഷൻ എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് പഠനം സാധ്യമാക്കുന്ന കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഇത് കൂടുതൽ പ്രയോജനകരമായിട്ട് വരും. ആണോ? അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇപ്പൊ മനസ്സിലായോ? പുസ്തകം എങ്ങനെ പരിശോധിക്കണമെന്ന്? അശ്വതി, ആതിര ടീച്ചറെ എന്ത് തോന്നി? നമ്മള് ഒരു പുസ്തകം അനലൈസ് ചെയ്യുന്ന രീതിയിലല്ല വേണ്ടിയിരുന്നത്. അതിലുപരി ഓരോ കാര്യങ്ങളിലും അതില് കുട്ടികളെ വേണ്ടപ്പെട്ട പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ ആ പുസ്തകത്തെ നോക്കി കാണാൻ പഠിക്കണം. അതെ, അതാണ് വേണ്ടത്. കുട്ടികളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും അധ്യാപകർക്കും വേണ്ടിയുള്ള
അതാണ് പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് കുട്ടികളെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മളും അതിനെ അനലൈസ് ചെയ്യും. കുട്ടിക്ക് വേണ്ടി എന്തൊക്കെ അതിലുണ്ട് അത് നമ്മൾ തേടുമ്പോൾ നമുക്ക് എല്ലാം നമ്മുടെ കണ്ണിൽ പെടും. അങ്ങനെ നമ്മൾ അന്വേഷിക്കുമ്പോൾ പാഠപുസ്തകത്തെക്കുറിച്ച് നല്ല ധാരണ നിങ്ങൾക്കുണ്ടാവും, ഒരു ഭയവുമില്ലാതെ. സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല മെത്തേഡ് പാഠപുസ്തകവും ഹാൻഡ് ബുക്കും നന്നായി നോക്കുക എന്നുള്ളതാണ് ഇന്റർവ്യൂവിന് പങ്കെടുക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ്. അവിടെ നിങ്ങൾ കോൺഫിഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് വന്നാലും നിങ്ങൾക്ക് അതിനെ ഇട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും. എന്തൊരു കാര്യം കിട്ടിയാലും ഇന്ന പാഠപുസ്തകത്തിൽ ഇന്ന പാഠത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ പ്രവർത്തനം ഇതിനൊരു ഉദാഹരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഏത് ചോദ്യം വന്നാലും അവിടെ കണക്ട് ചെയ്ത് പറയാൻ പറ്റും. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പൊ നിരീക്ഷണം എന്ന പ്രക്രിയാശേഷിയെ കുറിച്ച് സംസാരിക്കുന്നു പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് ഈ ഒരു പാഠത്തെ കുറിച്ച് പറയാം. ഈ പാഠത്തില് പിന്നെ ജൈവവൈവിധ്യ ഉദ്യാനം നിരീക്ഷിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിരീക്ഷണം എന്ന് പറയുന്നത് കുട്ടികളുടെ എന്താണ് പഞ്ചേന്ദ്രിയം ഉപയോഗിച്ച് അവർ ചെയ്യേണ്ട ഒരു പ്രവർത്തനം കൂടി ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ മനസ്സിലാക്കി ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതിന് ഉദാഹരണത്തിന് ഈ പാഠത്തിൽ ജൈവവൈവിധ്യ ഉദ്യാനത്തിലേക്ക് പോയി കുട്ടികൾ അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ അധികമൊന്നും ചോദിക്കാതെ തന്നെ നിങ്ങൾ എന്താണ് എന്ന് അവിടെ ഇന്റർവ്യൂവറിന് മനസ്സിലാവുകയും മാർക്ക് വീഴുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ കുറച്ചുകൂടി കടുത്ത നടപടിയിലേക്ക് പോവും. UP ആണ്. നിങ്ങൾ കുറച്ചുകൂടി നിലവാരം കാണിക്കേണ്ടവരാണ്. ചോദിക്കുന്ന ചോദ്യത്തിൻ്റെതായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അപ്പം ഞാൻ റിമൂവ് ചെയ്യും ക്ലാസ്സിൽ നിന്ന്. പിന്നെ റെക്കോർഡും ഇല്ല, ഒന്നുമില്ല. പൊക്കോണം അവിടെ നിന്ന്. ഓക്കെ ആണോ? ശ്രദ്ധിച്ച് കാത് തുറന്ന് മനസ്സ് തുറന്ന് ചോദ്യം കേട്ട് ഉത്തരം പറയണം. അതുപോലെ എന്നോട് പറയാതെ ഇരിക്കുക. ഞാൻ മെസ്സേജ് ഇട്ടതിന് ശേഷമാണ് പലരും അസൗകര്യം അറിയിക്കുന്നത്. അങ്ങനെ ആയിരുന്നില്ല നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നേരത്തെ പറയുകയാണ്, ഇപ്പൊ ഒരു 3 പേരോളം പങ്കെടുക്കുന്നില്ല എന്ന് ഇരിക്കട്ടെ നമ്മുടെ ഗൂഗിൾ മീറ്റിൽ. നമുക്ക് അതിനെ അടുത്ത ദിവസത്തിലേക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് സമയമുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഡിസ്കഷൻസ് കൊഴുക്കും. അപ്പൊ അതിന്റെ ഗുണം നിങ്ങൾക്ക് വരും. അവരുടെയൊക്കെ ഭാഷ കേൾക്കാനും അത് പ്രയോഗിക്കാനും പറയാനും ഒക്കെയുള്ള അവസരം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ റെക്കോർഡ് ഓഫ് ചെയ്യാണ് കേട്ടോ.